എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം: ആഗോളതാപനത്തിന് കാരണമായ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: ക്ലോറോ ഫ്ലോറോ കാർബണുകൾ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിന് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. പണ്ട് സൂര്യനിൽ നിന്നും എത്രമാത്രം താപവികിരണങ്ങളാണോ പകൽ സമയത്ത് ഭൂമിയിലേക്ക് വന്നിരുന്നത്, അതിന് തുല്യമായ താപവികിരണങ്ങൾ അടുത്ത ദിവസം തന്നെ നേരം പുലരുന്നതിന് മുമ്പായിട്ട് ഭൂമിയിൽ നിന്നും പോകുമായിരുന്നു. എന്നാൽ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ചില പ്രത്യേക തരത്തിലുള്ള വാതകങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ അന്തരീക്ഷത്തിലായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടാൻ തുടങ്ങി. കണ്ടോ? അപ്പൊ ഈ വാതകങ്ങളെ ഞാൻ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന പേര് ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നുള്ളതാണ്. ഈ വാതകങ്ങൾ വന്നതിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് സൂര്യനിൽ നിന്നും വന്ന താപവികിരണങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ത് ചെയ്തു? യവന്മാരെ ഇവിടെ തന്നെ തടഞ്ഞു നിർത്തിയതിനു ശേഷം തിരികെ എന്ത് ചെയ്തുകൂടാ? ഭൂമിയിലേക്ക് വിട്ടു. കണ്ടോ? അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് തുടർച്ചയായിട്ട് ഭൂമിയിലേക്ക് വന്ന താപവികിരണങ്ങൾ പുറത്തേക്ക് പോകാതെ തിരികെ ഭൂമിയിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഈ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹരിതഗൃഹ പ്രഭാവം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഭൂമിയിലെ താപനില അനുദിനം എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടുവാൻ തുടങ്ങി. ഓക്കെ, അതിനെ നമ്മൾ ആ ഒരു പ്രതിഭാസത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നു, അല്ലെ? ആഗോള താപനം എന്ന് വിളിക്കുന്നു. അപ്പൊ ഹരിതഗൃഹ പ്രഭാവത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏതൊക്കെയാണ് ഈ പറയുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഏതൊക്കെയാണ് ആ ഗ്യാസുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നൈട്രസ് ഓക്സൈഡ്, കേട്ടോ. ഒന്ന് നൈട്രസ് ഓക്സൈഡ്. രണ്ട് ഫ്ലൂറിനേറ്റഡ് വാതകങ്ങൾ, അതായത് ഫ്ലൂറിൻ അടങ്ങിയ വാതകങ്ങൾ, CFC, അതുപോലെ തന്നെ നൈട്രജൻ ഹെക്സാ ഫ്ലൂറൈഡ്, അങ്ങനെയൊക്കെയുള്ള സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്, അങ്ങനെയൊക്കെയുള്ള ഫ്ലൂറിൻ അടങ്ങിയ വാതകങ്ങൾ. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് ഓസോൺ. അടുത്തത് ജലബാഷ്പങ്ങൾ. അടുത്തതാരാണ്? മീഥേൻ. കണ്ടോ? യെസ്. അപ്പോൾ ഇത്രയും പേരാണ് എന്ത്? നമ്മുടെ ഈ പറയുന്ന ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കാനായിട്ട് ഒരു കോഡ് ഇവിടെ ഉണ്ട്. എന്താണ് ആ കോഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നൈറ്റ് ഫ്ലോറിലെ കാറ് കഴുകിയ ഓസിലെ വെള്ളത്തിൽ നിന്നും എന്ത് കിട്ടി? മീൻ കിട്ടി എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നൈറ്റ്, നൈട്രജൻ, ദെൻ ഫ്ലോറിലെ എന്നുള്ളതിൽ നിന്നും ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ടുകൾ ഓർക്കുക. ദെൻ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓസോണ്, വെള്ളം എന്താണ്? ജലബാഷ്പമാണ്. മീൻ എന്താണ്? മീഥേനാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പേരാണെന്ത്? ഈ പറയുന്ന പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇനി PSC ചോദിച്ചേക്കാം, മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലം ആഗോളതാപനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന വാതകം ഏത് എന്നുള്ളത് PSC ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്. ഏതാണ് അത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ അളവിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, അതാരാണ്? അത് വാട്ടർ വേപ്പർ ആണ്, കേട്ടോ. അത് വാട്ടർ വേപ്പർ ആണ്. ഇനി ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ വളരെ ഉയർന്ന ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഗ്രീൻ ഹൗസ് വാതകം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണത്? സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ആണ്. ആരാണ്? സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻസ്: ഹ്യൂഗോ ഡ്യൂറസ് ഉണ്ട്, റേച്ചൽ കാസൺ ഉണ്ട്, വാൾട്ടർ ജി റോസൺ ഉണ്ട്, അതുപോലെ ഏണസ്റ്റ് ഹേക്കൽ ഉണ്ട്. ഇതിന്റെ ആൻസർ ആരാ വരിക? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അത് വാൾട്ടർ ജി റോസൺ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 3 പേരെ കൂടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂഗോ ഡ്യൂറസ്. ആരാണ് അദ്ദേഹം? മ്യൂട്ടേഷൻ തിയറി അല്ലെങ്കിൽ ഉൽപരിവർത്തന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? ഈ പറയുന്ന ഹ്യൂഗോ ഡ്യൂറസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് റേച്ചൽ കാസൺ. ആരായിരുന്നു റേച്ചൽ കാസൺ? ഒരു അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തക, ഒരു സയന്റിസ്റ്റും ആയിരുന്നു റേച്ചൽ കാസൺ. അപ്പോൾ മാം 1962 DDT ഈ പറയുന്ന പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് എന്ത് ചെയ്തു? പഠിച്ചൊരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിന്റെ പേരാണ് സൈലന്റ് സ്പ്രിംഗ്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. മലയാളത്തിൽ നിശബ്ദ വസന്തം, കേട്ടോ. അപ്പോൾ ഈ ഒരു നിശബ്ദ വസന്തം എന്ന പുസ്തകം ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് 1972 എന്ത് ചെയ്തു? അവിടുത്തെ ഗവൺമെന്റ് DDT എന്ന് പറയുന്ന സാധനത്തിന് എന്ത് ചെയ്തു? അമേരിക്കയിൽ നിരോധിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ
ഇനി അടുത്ത ആളാരാണ്? ഏണസ്റ്റ് ഹേക്കൽ. ഓക്കേടാ, ഏണസ്റ്റ് ഹേക്കൽ. ആരായിരുന്നു ഏണസ്റ്റ് ഹേക്കൽ? ജീവികളും അവ ജീവിക്കുന്ന ആ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയ്ക്ക് ഇക്കോളജി എന്ന പേര് നൽകിയുണ്ടോ. അപ്പോൾ ഇക്കോളജി എന്ന ടേബിന്റെ ഉപജ്ഞാതാവ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അതാരാണത്? നമ്മുടെ ഏണസ്റ്റ് ഹേക്കൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: പ്ലാസന്റ, ആംനിയോട്ടിക് ദ്രവം, ഗർഭാശയം, പൊക്കിൾക്കൊടി. ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ആരാണ്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അത് പ്ലാസന്റയാണ്. ആരാണ്? പ്ലാസന്റയാണ്. നമുക്ക് ഇവിടെ നിന്നും നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള നല്ലൊരു ഭാഗമാണിത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മറ്റ് അസോസിയേറ്റ് PSC ചോദിക്കാൻ സാധ്യതയുള്ള മറ്റു ചില പോയിന്റുകൾ കൂടി നമുക്ക് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ പ്ലാസന്റ ഒന്ന് കാണിച്ചു തരാം. നോക്കി, ഞാൻ ഈ റെഡ് കളറിൽ ഇപ്പോൾ മാർക്ക് ചെയ്ത് വരയ്ക്കുന്നതാണ് പ്ലാസന്റ കേട്ടോ. കണ്ടോ, ഈ ഭാഗമാണ് പ്ലാസന്റ. ഈ പ്ലാസന്റയെ PSC മറ്റൊരു ചോദ്യത്തിലൂടെയും ചോദിക്കും. അതെന്താണ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള ജീവധർമ്മപരവും ഘടനാപരവുമായിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയണം അതാരാണ്? അത് പ്ലാസന്റയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയിൽ നിന്നും പോഷക ഘടകങ്ങൾ കുഞ്ഞിലേക്ക് കടക്കുന്നത്, അമ്മയിൽ നിന്നും പോഷക ഘടകങ്ങൾ കുഞ്ഞിലേക്ക് കടക്കുന്നത് എന്തിലൂടെയാണ്? ഈ പ്ലാസന്റയിലൂടെയാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും തിരികെ പോകുന്ന വിസർജ്യ വസ്തുക്കൾ എന്താണ്? പ്ലാസന്റയിലൂടെയാണ് തിരികെ അമ്മയുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ഇനി ഈ പറയുന്ന പ്ലാസന്റയിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പ്ലാസന്റയിൽ അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള കലകളും രക്തക്കുഴലുകളും ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നുമുള്ള കലകളും രക്തക്കുഴലുകളും ഉണ്ട്. അപ്പൊ ഈ രക്തക്കുഴലുകളൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, രക്തം പരസ്പരം മിക്സ് ആകില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ പ്ലാസന്റയെ കുട്ടിയുടെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു സ്ട്രക്ചറാണ്. കണ്ടില്ലേ, ഈ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് നോക്കിയാടാ, ഈ ഒരു സ്ട്രക്ചറാണ് കണ്ടോ. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊക്കിൾക്കൊടി. കണ്ടോടാ, പൊക്കിൾക്കൊടി. കണ്ടോ, പൊക്കിൾക്കൊടി. ഈ പറയുന്ന പൊക്കിൾക്കൊടിയിൽ എന്തില്ല? നാഡികളില്ല. നാഡികളില്ലാത്തത് കൊണ്ടാണ് പ്രസവാനന്തരം ഈ സാധനം കട്ട് ചെയ്യുമ്പോഴും കുഞ്ഞിന് വേദനിക്കാത്തത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഈ പറയുന്ന നമ്മുടെ ഈ കുട്ടി വളരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കണ്ടില്ലേ, കുട്ടി വളരുന്ന ഈ ഒരു ഭാഗം, ഇതാണെന്ത്? നമ്മുടെ ഗർഭാശയം അല്ലെങ്കിൽ യൂട്രസ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗർഭാശയം. ഇനി ഗർഭാശയത്തിനകത്ത ഒരു ലെയർ ഉണ്ട്. കണ്ടോ, ഈ ഒരു ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംനിയോൺ. എന്താണ് പേര്? ആംനിയോൺ. ഈ ആംനിയോൺ എന്ത് ചെയ്യുന്നറിയാം? ആംനിയോൺ ഒരുതരം ദ്രാവകത്തിനെ ഉൽപ്പാദിപ്പിച്ച് ഈ അറയിലേക്ക് സ്രവിപ്പിക്കും കേട്ടോ. ഈ ദ്രാവകത്തിന്റെ പേരാണ് ആംനിയോട്ടിക് ദ്രവം കേട്ടോ, അല്ലെങ്കിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് നമ്മളതിനെ വിളിക്കാം. എന്താണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എന്ത് ചെയ്യുന്നു? ബാഹ്യക്ഷതങ്ങളിൽ നിന്നും കുട്ടിയെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. രണ്ടെന്ന് പറയുന്നത് കുട്ടിയുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം എന്ത് ചെയ്യുന്നു? തടയുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് ഇവന്റെ ഫംഗ്ഷൻ. ഓക്കെ, ഇങ്ങനെ ഈ പറയുന്ന ഈ ഗർഭാശയത്തിനകത്ത് കിടന്നിട്ട് ഏകദേശം ഒരു 270 മുതൽ 280 ദിവസമാകുമ്പോഴേക്കും കുട്ടി എന്ത് ചെയ്യൂടാ? അതിന്റെ വളർച്ച പൂർത്തിയാക്കും കേട്ടോ. അപ്പോൾ മനുഷ്യന്റെ ഗർഭകാലയളവ് എന്ന് പറയുന്നത് 270 മുതൽ എത്ര വരെയാണ്? 280 ദിവസം വരെയാണ്. ഓക്കെ, ഈ ഓരോ കാലഘട്ടത്തിലും ഈ പറയുന്ന ഭ്രൂണത്തിൽ ഉണ്ടാകുന്ന വളർച്ച എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ, 1-ാം മാസം. ഒന്നാം മാസത്തില് ഭ്രൂണത്തിൽ എന്ത് ചെയ്യുന്നു? ഹൃദയം രൂപപ്പെടുന്നു. ഓക്കെ, 2-ാം മാസത്തില് കൈകാലുകൾ അതുപോലെ തന്നെ വിരലുകൾ കേട്ടോ, കൈകാലുകളും വിരലുകളും രൂപപ്പെടുന്നു. 3-ാം മാസത്തില് പലതരത്തിലുള്ള അവയവ വ്യവസ്ഥകൾ എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു കേട്ടോ. പലതരത്തിലുള്ള അവയവ വ്യവസ്ഥകൾ രൂപപ്പെടുന്നു. ഇനി 4-5 മാസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭ്രൂണത്തിന്റെ ആദ്യ ചലനം കേട്ടോ, ഭ്രൂണത്തിന്റെ ആദ്യ ചലനം. അതുപോലെ തന്നെ ദേഹം മുഴുവൻ എന്തുണ്ടാകുന്നു? ചെറിയ രോമങ്ങൾ എന്ത് ചെയ്യുന്നു? മുളച്ചു വരുന്നു. ഇനി നേരെ നമ്മൾ 6-ാം മാസത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന കൺപോളകൾ എന്ത് ചെയ്യുന്നു? വേർപിരിയുന്നു കേട്ടോ. കൺപോളകൾ വേർപിരിയുന്നു. അതുപോലെ തന്നെ ആ കൺപോളകളിൽ എന്തുണ്ടാകുന്നു? കൺപീലികൾ ഉണ്ടാകുന്നു. ഓക്കെ, കൺപോളകളിൽ കൺപീലികൾ രൂപപ്പെടുന്നു. ഇനി 7 അതുപോലെ തന്നെ 8, 9 മാസങ്ങളിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ശ്വാസകോശം എന്ത് ചെയ്യുന്നു? യെസ്, പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നു കേട്ടോ. വളർച്ചയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ കുട്ടി അതിന്റെ വളർച്ച എന്ത് ചെയ്യുന്നു? പൂർത്തിയാക്കുന്നു. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. ഇനി അത്രയും സംഭവം മനസ്സിലായല്ലോ. ഇനി ഒരു സ്ത്രീയിൽ അവൾ ഗർഭിണിയായിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം അവളുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന ഒരു ഘടനയാണ് ഈ പ്ലാസന്റ എന്ന് പറയുന്നത്. ഈ ഗർഭകാലയളവിൽ മാത്രമായിട്ട് പ്ലാസന്റ ചില ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്ലാസന്റ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കി വെക്കണം. അവയുടെ പേരുകളാണ്: ഒന്ന് HCG, പൂർണ്ണരൂപം ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപിൻ. ഓക്കെ, എടാ, ഒരു പെൺകുട്ടി അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ ഈ ഒരു ഹോർമോൺ യൂറിനിലൂടെ എന്ത് ചെയ്യും? പുറത്തു വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ യൂറിനെ എടുത്ത് നമ്മൾ ഈ പറയുന്ന പ്രഗ്നൻസി ആ ഒരു കിറ്റിലേക്ക് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അതിൽ കളർ ചേഞ്ച് വരും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ആ ഒരു പ്രഗ്നൻസി കിറ്റ് ഈ പറയുന്ന HCG എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ഹോർമോൺ എന്ന് പറയുന്നത് അത് HPL ആണ് കേട്ടോ. HPL ആണ്, പൂർണ്ണരൂപം ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ. ഇനി ഇത് കൂടാതെ 2 ഹോർമോണുകൾ കൂടിയുണ്ട്. ഈ ഹോർമോണുകൾ നമുക്ക് നേരത്തെ അറിയാവുന്നവരാണ്. ഏതൊക്കെയാണ് ആ പേരുകൾ? ഒന്ന് ഈസ്ട്രോജൻ, അടുത്ത ആരാണ്? അത് പ്രൊജസ്റ്റിറോൺ അല്ലെ. അപ്പൊ ഈ 2 ഹോർമോണുകൾ ഗർഭമില്ലാത്ത സമയങ്ങളിലും ഈ പറയുന്ന അണ്ഡാശയങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഉൽപ്പാദിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ PSC നിങ്ങളോട് ചോദിക്കും, PSC ഇപ്പൊ ചോദിച്ചതാണ്, ഗർഭകാലയളവിൽ മാത്രമായി സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അതാരൊക്കെയാണ്? ഈ പറയുന്ന HCGയും അതുപോലെ തന്നെ ആരുമാണ്? യെസ്, HPLും. യോമ 2 പേരുമാണെന്നുള്ളത് മറന്നു വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. യെസ്, എടാ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സസ്യകലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. കോശങ്ങളുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടികൂടിയ തരത്തിലുള്ള കോശങ്ങൾ ചേർന്ന സസ്യകല ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. പാരൻകൈമ, കോളൻകൈമ, ഫ്ലോയം, സ്ക്ലീറൻകൈമ. ഓക്കെ, എടാ, ഇതിൽ ഏതാണ് ആൻസർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും അല്ലേ. അപ്പൊ ആൻസർ വരുന്നത് സ്ക്ലീറൻകൈമ കേട്ടോ. ആരാണ്? സ്ക്ലീറൻകൈമയാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നമുക്ക് നേരെ എന്ത് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ പഴയ പാഠപുസ്തകത്തിൽ ഉള്ളതാട്ടോ. എടാ, പ്രധാനമായിട്ടും സസ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന 3 തരം കലകൾ കൊണ്ടാണ്. ആ കലകളുടെ പേരുകൾ എന്ന് പറയുന്നത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പ്രത്യേകത നോക്കിയ പാരൻകൈമയുടെ മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നതാണ്. ദെൻ ഫംഗ്ഷൻ എന്താണ്? പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തേതാണ് ഇത് കോളൻകൈമ. എന്താ കോളൻകൈമയുടെ പ്രത്യേകത? കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് എന്ത്? ഈ പറയുന്ന കോളൻകൈമ എന്ന് പറയുന്നത്. ഇവന്മാർ എന്ത് സസ്യങ്ങൾക്ക് എന്ത് നൽകുന്നു? സസ്യങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. ആര്? ഈ പറയുന്ന കോളൻകൈമ. ഓക്കെ, വഴക്കവും താങ്ങും നൽകുന്നു. മൂന്നാമത്തെ ആൾ നോക്കിയിടാം, സ്ക്ലീറൻകൈമ. എന്താണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ് ഈ പറയുന്ന ഈ സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു കേട്ടോ. താങ്ങും ബലവും നൽകുന്നു ആര്? സ്ക്ലീറൻകൈമ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി ഇവരെ കൂടാതെ 2 സസ്യകലകൾ കൂടി ഉണ്ടല്ലോ. അതാരൊക്കെയാണ്? അത് നമ്മുടെ ഈ പറയുന്ന സൈലവും ഫ്ലോയും ആണ് അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാമല്ലോ. സൈലം എന്ത് ചെയ്യുന്നു? ജലവും ലവണവും മറ്റു പദാർത്ഥങ്ങളെയും ഇലകളിലേക്ക് എത്തിക്കുന്നു. ഇലകൾ എന്ത് ചെയ്യുന്നു? ദെൻ ഗ്ലൂക്കോസിനെ ഉൽപ്പാദിപ്പിക്കും. ഈ ഗ്ലൂക്കോസിനെ സസ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആരാണ്? അത് നമ്മുടെ ഈ പറയുന്ന ഫ്ലോയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ലെൻഡ് സെല്ലുകൾ, വില്ലസുകൾ, ഡെൻഡൈൻ, ആൽവിയോളൈകൾ. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഇതിന് ആൻസർ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന വില്ലസുകളാണ് കേട്ടോ. ആരാണ്? വില്ലസുകളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമുക്ക് ഇവരെ 4 പേരെയും ഒന്ന് നോക്കാം. വില്ലസുകളുടെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഈ ചെറുകുടലിനകത്ത് ഇങ്ങനെ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഈ ഘടനകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? യെസ്, വില്ലസുകൾ എന്നുള്ളത്. കണ്ടില്ലേ? ഇത് ഇവിടെ നിങ്ങൾക്ക് വില്ലസുകൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ഇനി ഡെൻഡൈൻ. അടുത്ത ഓപ്ഷൻ ആയിരുന്നത് ഡെൻഡൈൻ. നോക്കിയിട്ട് മക്കളെ, എന്താണ് ഡെൻഡൈൻ?
അല്ലെ. ഡെൻറ്റൈൻ കാണപ്പെടുന്ന പറയുന്ന പല്ലിലാണ് അല്ലെ. പല്ലിൻ്റെ ഘടനയിലെ ഒരു ഭാഗമാണ് ഇത് ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആ ഒരു പല്ലിൻ്റെ ഘടനയിലെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നോക്കാം. പല്ലിൻ്റെ ഏറ്റവും ഉപരിതലത്തിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഇത് ഇനാമൽ. കണ്ടോ, ഇനാമൽ. എന്തൊക്കെ പ്രത്യേകതകൾ? ഒന്ന്, വെളുത്ത നിറമാണ്. കണ്ടോ, വെളുത്ത നിറമാണ്. ദെൻ അതുപോലെ തന്നെ നിർജീവമാണ്, ജീവനില്ല. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗമാണ് ഇത് ഇനാമൽ. ഓക്കെ, അപ്പോൾ ഇത് PSC ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏത് എന്നുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകളെല്ലാം മനുഷ്യ ശരീരത്തിലുള്ള മറ്റുള്ള സാധനങ്ങളാണെങ്കിൽ ഓപ്ഷൻ തീർച്ചയായിട്ടും ആര് തന്നെയാണ്? അത് ഇനാമൽ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത്രയും കാഠിന്യമേറിയ ഇനാമലിനെ നശിപ്പിക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ടല്ലോ. എന്താ ബാക്ടീരിയയുടെ പേര്? ആ ബാക്ടീരിയയുടെ പേരാണ് എന്താ? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. പേരെന്താണ്? യെസ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇവിടെ അടുത്ത ഭാഗം എന്ന് പറയുന്ന ആരാണ്? അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഡെൻറ്റൈൻ ആണ്. എന്താണ് ഡെൻറ്റൈൻ്റെ പ്രത്യേകത? യെസ്, ജീവനുള്ള കലയാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഇത് ഈ പറയുന്ന ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. ഇനി ഇതേ അടുത്ത ഭാഗം നോക്കി. അടുത്ത ഭാഗം എന്ന് പറയുന്ന ആരാണ്? അടുത്ത ഭാഗം പൾപ്പ് ക്യാവിറ്റിയാണ് കേട്ടോ. അപ്പോൾ പൾപ്പ് എന്ന് മാത്രമേ ഉള്ളൂ, പൾപ്പ് ക്യാവിറ്റിയാണ്. ഇത് ആക്ച്വലി ഒരു ക്യാവിറ്റിയാണ്. ഈ ക്യാവിറ്റിയിലായിട്ട് കണ്ടില്ലേ, ഈ ഒരു ക്യാവിറ്റിക്കകത്ത് ആരൊക്കെയുണ്ട്? ഇവിടെയായിട്ട് രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും എന്ത് ചെയ്യുന്നു? കാണപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് PSC അടക്കം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇത് സിമൻറ്റം. കണ്ടില്ല, സിമൻറ്റം. ഞാൻ ഈ അടയാളപ്പെടുത്തുന്നതാണ് സിമൻറ്റം. കണ്ടോ, ഈ ചുവന്ന കളർ ഇപ്പം നോട്ട് ചെയ്തേക്കുന്ന സ്ഥലം കണ്ടോ, ഇതാണ് സിമൻറ്റം. എന്താണ് ഈ സിമൻറ്റത്തിൻ്റെ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന, കണ്ടോ, കാൽസ്യം അടങ്ങിയ യോജക കലകളാൽ നിർമ്മിതമായ ഭാഗമാണ് ഇത് സിമൻറ്റം. ഓക്കെ, അപ്പോൾ പല്ലിനെ താടിയിലെ കുഴികളിലായിട്ട് ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലകളാൽ നിർമ്മിതമായ ഭാഗമാണ് ഇത് സിമൻറ്റം കേട്ടോ. അപ്പോൾ ഇത് PSC ഇടയ്ക്ക് ചേരുംപടി ചേർക്കുവാനായിട്ട് 2025 നടന്നൊരു പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പോൾ കൃത്യമായിട്ടും നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന ആരാടാ എന്ന് നോക്കി. യെസ്, വായുറകൾ അല്ലേ, അല്ലെങ്കിൽ അൽവിയോളൈകൾ എന്നാണ് ഓപ്ഷൻ തന്നിരുന്നത്. അതിനെ മലയാളം വായുറകൾ എന്നാണ്. അതായത് ശ്വസന വ്യവസ്ഥ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഈ ശ്വസന വ്യവസ്ഥയിലെ അവസാന ഭാഗങ്ങളാണ് ആര്? ഈ പറയുന്ന ഈ വായുറകൾ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഞാൻ ഇവിടെ ഈ കറുത്ത നിറത്തിൽ ഇപ്പൊ ഈ അടയാളപ്പെടുത്തുന്ന സാധനമാണ് എന്ത്? വായുറകൾ. കണ്ടോ, ഓക്കെ. അപ്പോൾ ശരിക്കും ഈ വായുറകളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അന്തരീക്ഷ വായുവിലുള്ള ഓക്സിജനെ രക്തത്തിലേക്ക് കലർത്തുന്നതും രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരികെ അന്തരീക്ഷ വായുവിലേക്ക് തിരികെ കളയുന്നവരാണ് ഈ പറയുന്ന അൽവിയോളൈകളാണ്. ഇവിടെ വെച്ചാണ് ഈ പറയുന്ന വാതക വിനിമയം നടക്കുന്നത്. ഇനി ഈ പറയുന്ന ഈ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ നിന്ന് PSC ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നോക്കിയടാ, ഇതിൽ ഈ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ട്രക്കിയ. കണ്ടോ, ഈ ഭാഗമാണ് ശ്വാസനാളം. ശ്വാസനാളത്തിൻ്റെ ശാഖകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ശ്വസനി അഥവാ ബ്രോങ്കസ്. ഓക്കെ, ശ്വാസനാളത്തിൻ്റെ ഇംഗ്ലീഷ് ട്രക്കി എന്നാണ്, ശ്വസനിയുടേത് ബ്രോങ്കസ് എന്നാണ്. ഇനി ഈ ശ്വസനിയുടെ ശാഖകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശ്വസനിക. പേരെന്താണ്? ശ്വസനിക. എടാ, അപ്പൊ ഈ ഭാഗങ്ങളിൽ ശ്വാസനാളത്തിലും ശ്വസന വ്യവസ്ഥയിൽ ശ്വാസനാളത്തിലും അതുപോലെ തന്നെ ഈ ശ്വസനയിലും മാത്രമാണ് നിങ്ങൾക്ക് C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? ശ്വാസനാളത്തിലും ശ്വസനയിലും കേട്ടോ, മറന്നു പോകരുതേ. ഇനി നമ്മുടെ ഓപ്ഷനിലെ അടുത്ത ആള് ആരാണ്? അടുത്ത ആള് ഇവന്റെ പേരെന്തുവായിരുന്നു? യെസ്, ലെൻഡ് സെല്ലുകൾ അല്ലേ. എന്താണ് ലെൻഡ് സെല്ലുകൾ? ഇവിടെ ലെൻഡ് സെല്ലുകൾ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ പറയുന്ന സസ്യങ്ങളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലെൻഡ് സെല്ലുകൾ. അല്ലെങ്കിൽ സസ്യങ്ങളിൽ ശ്വസനത്തിന് സഹായിക്കുന്ന ഘടനകളാണ് ആര്? ലെൻഡ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. യെസ്, മക്കളെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. കോശ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കോശ ശ്വസനം? ഗ്ലൂക്കോസിനെയും ഓക്സിജനെയും ഉപയോഗിച്ച് കോശങ്ങൾ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കോശ ശ്വസനം. അപ്പോൾ സസ്യകോശങ്ങളും ജന്തുകോശങ്ങളും കോശ ശ്വസനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വായിക്കാം. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു. ശരിയാണ്. രണ്ടാമത്തെ ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നു. അതെന്താണ്? അത് തെറ്റാണ്. രണ്ടാമത്തെ ഘട്ടം റൈബോസോമിൽ വെച്ച് നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ട്,
അങ്ങനെ രണ്ടാം ഘട്ടം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് ഈ പറയുന്ന മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. അതും തെറ്റാണ്. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമില്ല. ഓക്കെ, ദെൻ ഇനി അടുത്തതാ ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. മക്കളെ, അതും എന്താടാ? അതും തെറ്റാണ്. കാര്യം 28 ATP അല്ല, 2 ATP മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, 2 ATP മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓക്കെ, ദെൻ അടുത്തത് ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അതെന്താടാ? അത് ശരിയാണ് കേട്ടോ. ഓക്കെ, ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമുക്ക് ഏത് മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ളത്? യെസ്, നമുക്കിതിനകത്ത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ 4 അല്ലേ? ഓപ്ഷൻ 4 ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നേരെ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. നോക്കിയിടാം. എടാ, എന്താണ് കോശശ്വസനം? എടാ, കോശങ്ങൾ ഗ്ലൂക്കോസിനെയും ഓക്സിജനെയും ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ നമുക്ക് എന്ത് വിളിക്കാടാ? കോശശ്വസനം എന്ന് വിളിക്കാം കേട്ടോ. കോശങ്ങൾ ഗ്ലൂക്കോസിനെയും ഓക്സിജനെയും ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ കേട്ടോ. അപ്പോൾ ഇതിനെ PSC മറ്റൊരു രീതിയിൽ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: പോഷകങ്ങളിൽ നിന്നും ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന പ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെ ആൻസറും എന്ത് തന്നെയാണ്? കോശശ്വസനം തന്നെയാണ്. ഇനി ഈ പറയുന്ന ഈ കോശശ്വസനത്തിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എടാ, കോശങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. കോശശ്വസനം നടക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഘട്ടത്തിന്റെ പേരാണെന്ത്? ഗ്ലൈക്കോളിസിസ് കേട്ടോ. ഒന്നാമത്തെ ഘട്ടമാണെന്ത്? ഗ്ലൈക്കോളിസിസ്. എടാ, അതിൽ രണ്ടാമത്തെ ഘട്ടമാണെന്ത്? ക്രെബ്സ് പരിവൃത്തി. ഉണ്ടോ? ക്രെബ്സ് പരിവൃത്തി. എന്തൊക്കെയാണ് ഗ്ലൈക്കോളിസിസിന്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, കോശശ്വസനത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് കേട്ടോ. അപ്പോൾ കോശശ്വസനത്തിലെ ഒന്നാമത്തെ ഘട്ടമാണെന്ത്? ഗ്ലൈക്കോളിസിസ്. അവിടെ എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു കേട്ടോ. യെസ്. എടാ, ഇതിന്റെ ഫലമായിട്ട് എത്ര ATP ഊർജം നോക്കിയിടാ? ഇതിന്റെ ഫലമായിട്ട് 2 ATP തന്മാത്രകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഊർജം ലഭ്യമാകുന്നു എന്നുള്ളതാണ്. എടാ, ദെൻ ലഭ്യമാകുന്നു. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നതിനാൽ, എവിടെ വെച്ച് നടക്കുക? കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നതിനാൽ ഈ പ്രക്രിയക്ക് എന്താവശ്യമില്ല? ഈ പ്രക്രിയക്ക് ഓക്സിജൻ ആവശ്യമില്ല. കണ്ടോ? ഓക്സിജൻ വേണോ? ഓക്സിജൻ വേണ്ട. ഇനി ഈ ഒരു ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള പ്രക്രിയ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ക്രെബ്സ് പരിവൃത്തി. പോയിന്റുകൾ നോക്കാം. ഒന്ന് കോശശ്വസനത്തിലെ രണ്ടാം ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി. ഇത് എവിടെ വെച്ച് നടക്കുന്നു? മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നു. കണ്ടോ? എവിടെ വെച്ച് എന്താ നടക്കുക? നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറുന്നു. കണ്ടോ? യെസ്. എടാ, ഇവിടെ വെച്ച് എത്ര ഊർജ്ജം ഉണ്ടാകാം? 28 ATP ഊർജ്ജം എന്ത് ചെയ്യുന്നു? ഈ രാസപ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. ദെൻ ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ് കേട്ടോ. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ഓർത്തു വയ്ക്കാം. എടാ, ഇനി ഈ പറയുന്ന ഈ സസ്യങ്ങൾക്കും ഈ ജന്തുക്കൾക്കും ഈ ഊർജ്ജം ഉണ്ടാക്കുവാനുള്ള ഗ്ലൂക്കോസ് എവിടെ നിന്നാണ് ലഭിക്കാം? ജന്തുക്കൾക്ക് എവിടെ നിന്ന് ലഭിക്കും? ജന്തുക്കൾക്ക് ആഹാരത്തിലൂടെ എന്ത് കിട്ടും? ഈ പറയുന്ന ഈ ഗ്ലൂക്കോസ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സസ്യങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? എടാ, ഈ ഗ്ലൂക്കോസിനെ കണ്ടെത്തുവാനാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. മക്കളെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇക്വേഷൻ PSC ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുള്ളതാണ്. ഇത് നോക്കി, അത് കൃത്യമായിട്ട് നോക്കി വെച്ചോ. എടാ, 6CO2 പ്ലസ് 6H2O gives C6H12O6 പ്ലസ് 6O2. കണ്ടോ? അപ്പോൾ ഇതിൽ ഗ്ലൂക്കോസിന്റെ തന്മാത്രാ സൂത്രമാണത് C6H12O6. കൃത്യമായിട്ട് നോക്കി വെക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? നേരെ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. എടാ, അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് എന്താണ്? വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുടൽ. വൃക്കാസുര, അധോമഹാസുര, വൃക്കാധമനി, ഊർധ്വമഹാസുര. എടാ, ഇതിൽ ഈ പറയുന്ന നമ്മുടെ ഈ അധോമഹാസുരയും ഊർധ്വമഹാസുരയും നമുക്കറിയാം, അത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നതുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യവന്മാർ രണ്ടുപേരും ആണോ? യെസ്, യവന്മാർ രണ്ടുപേരും അല്ല അല്ലേ? ഓക്കെ, ദെൻ ഇനി ആരൊക്കെയാണ് ഉള്ളത്? വൃക്കാസുരയും വൃക്കാധമനിയും. എടാ, എല്ലാ അവയവങ്ങളിലേക്കും ആ അവയവങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള രക്തവുമായിട്ട് പോകുന്നത് ആരാ?
ധമനിയാണ്. അതിൽ യാതൊരു മാറ്റവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം എന്താണ് വരിക? അതാരാണ്? അത് വൃക്ക ധമനിയാണ് നമ്മുടെ ഉത്തരം കേട്ടോ. വൃക്ക ധമനിയാണ് വൃക്കയിലേക്ക് രക്തവുമായിട്ട് പോകുന്നത്. ഇനി വൃക്കയിൽ നിന്ന് രക്തവുമായിട്ട് തിരികെ വരുന്നത് ആരാണ്? അത് വൃക്കാസിരയാണ് കേട്ടോ. തിരികെ വരുന്ന ആളാണ് വൃക്കാസിര. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റു ചില ഈ ഫാക്റ്റുകൾ കൂടി ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വൃക്കയുടെ ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇത് നോക്കിയിടാം. ഇവിടെയായിട്ട് നമുക്ക് വൃക്കയുടെ ചിത്രമുണ്ട്, കണ്ടില്ലേ? ഇവിടെയായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നോക്കിയിടാം. ഇവിടെ വൃക്കയിലേക്ക് രക്തവുമായിട്ട് വരുന്നു ആര്? ഈ പറയുന്ന വൃക്കാധമനി. കണ്ടോ? വൃക്കാധമനി. ഇനി തിരികെ വൃക്കയിൽ നിന്ന് രക്തവുമായിട്ട് പോകുന്നു. ദേ നോക്കിയിടാം, വൃക്കാസിര. കണ്ടില്ലേ? വൃക്കാസിര. എടാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വൃക്കയിലേക്ക് രക്തവുമായിട്ട് വരുന്ന വൃക്കാധമനിയിൽ ഇതുവരെ PSC ചോദിച്ചില്ല, പക്ഷേ ഇവർ വേണമെങ്കിൽ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഈ വൃക്കാധമനിയിൽ അല്ലെങ്കിൽ വൃക്കാധമനിയിലെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് എന്താണ്? കൂടുതലാണ് കേട്ടോ. ഓക്സിജന്റെ അളവ് കൂടുതലാണ്. എടാ ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്താണ്? അത് കുറവാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറവാണ്. ഇനി നൈട്രജൻ മാലിന്യങ്ങൾ എന്താണ്? നൈട്രജൻ മാലിന്യങ്ങൾ എന്താണ്? അത് കൂടുതലാണ്. ഓക്കെ, ഇനി വൃക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വൃക്കാസിരയിൽ, വൃക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വൃക്കാസിരയിൽ ഓക്സിജന്റെ അളവ് എന്തായിരിക്കും? ഓക്സിജന്റെ അളവ് ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്തായിരിക്കും ഇവിടെ? അത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നൈട്രജൻ മാലിന്യങ്ങളുടെ അളവ് എന്തായിരിക്കും? അത് കുറവായിരിക്കും കേട്ടോ. നൈട്രജൻ അല്ല, പലതരത്തിലുള്ള നൈട്രജനീക മാലിന്യങ്ങൾ. ഓക്കെ, ദെൻ ഈ അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് തുടങ്ങിയവയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നൈട്രജൻ മാലിന്യങ്ങളെന്ന്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഈ പറയുന്ന ഈ കിഡ്നിയെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന മറ്റ് ചില ഫാക്റ്റുകൾ കൂടി നമുക്ക് നോക്കാം. നോക്കിയാടാ. ഒന്ന്, വൃക്കയെക്കുറിച്ചുള്ള പഠനമാണത് നെഫ്രോളജി അല്ലേ? വൃക്കകളെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. വൃക്കകളുടെ ഭാരം എന്ന് പറയുന്നത് ആവറേജ് 150 ഗ്രാമാണ്. വൃക്കകളുടെ സ്ഥാനം എന്ന് പറയുന്നത് 12ാമത്തെ തൊറാസിക് കശേരു മുതൽ 3ാമത്തെ ലംബാർ കശേരു വരെയാണ് കേട്ടോ. നട്ടലിലെ കശേരുക്കളാണ് ഈ പറയുന്ന തൊറാസിക്, ലംബാറും ഒക്കെ. നമുക്ക് പിന്നീട് അത് പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് അത് ഓർത്ത് വയ്ക്കുക. ഇനി ശ്രദ്ധിച്ചേടാ, യൂറിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആരാണ്? യൂറിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് ആര്? വൃക്ക എന്നുള്ളതാണ്. ഓക്കെ, അതേസമയം യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെന്ന് പറയണം? അത് നമ്മുടെ കരളാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി വൃക്കകളുടെ ജീവധർമ്മപരവും ഘടനാപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് ആര്? നെഫ്രോണുകൾ. അതായത് ഈ പറയുന്ന ഈ വൃക്കാധമനി വൃക്കകളിലേക്ക് കൊണ്ടുവന്ന രക്തത്തിൽ ഉണ്ടായിരുന്ന നൈട്രോജനീക മാലിന്യങ്ങളെല്ലാം അരിച്ചു മാറ്റുന്ന വളരെ ചെറിയ സൂക്ഷ്മങ്ങളായിട്ടുള്ള അരിപ്പകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? നെഫ്രോണുകൾ എന്ന്. കണ്ടോ? ഇനി വൃക്കകളുടെ പുറംഭാഗമായ കോർട്ടക്സിൽ, അപ്പോൾ ഈ പറയുന്ന ഈ വൃക്കയെ നമ്മൾ കണ്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വൃക്കകൾക്ക് ഒരു പുറംഭാഗവുമുണ്ട്, ഒരു അകംഭാഗവുമുണ്ട്. നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ പുറം, അകം എന്നിങ്ങനെ തരംതിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നെഫ്രോണുകൾ ഈ അകത്തും പുറത്തുമായിട്ടാണ് എന്ത് ചെയ്യുക? കാണപ്പെടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന വൃക്കകളുടെ പുറംഭാഗമായിട്ടുള്ള ഈ കോർട്ടക്സിൽ കാണപ്പെടുന്നത് നെഫ്രോണിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയിടാം. അത് ഗ്ലോമറുലസ്, അതുപോലെ ബൊമാൻസ് ക്യാപ്സ്യൂള്, അതുപോലെ തന്നെ PCT, DCT. കണ്ടോ? അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് വൃക്കകളുടെ പുറംഭാഗമായിട്ടുള്ള കോർട്ടക്സിൽ കാണപ്പെടുന്നത്. ഇത് നോക്കിയിടാം. ഇനി അതേസമയം അങ്ങനെയാണെങ്കിൽ ഈ വൃക്കകളുടെ ഉൾഭാഗമായ, കണ്ടോ, ഉള്ളിലെ ഭാഗമായിട്ടുള്ള മെഡുല്ല, മെഡുല്ലയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ഏതൊക്കെ? ഒന്ന് മെഡുല്ല കേട്ടോ. ഉൾഭാഗമായിട്ടുള്ള മെഡുല്ലയിൽ കാണപ്പെടുന്ന നെഫ്രോണിന്റെ ഭാഗങ്ങളാണ് ഒന്ന് ലൂപ്പ് ഓഫ് ഹെൻലി അഥവാ ഹെൻലിയുടെ വലയം, അതുപോലെ തന്നെ കളക്റ്റിംഗ് ഡക്റ്റ് അഥവാ ശേഖരണ നാളി. ഓക്കെ, നോക്കി വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കിയിടാം. തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ, പട്ടുനൂൽപ്പുഴു വളർത്തൽ, മത്സ്യം വളർത്തൽ. ഇത് ഇടയ്ക്കിടയ്ക്ക് PSC പ്രത്യേകിച്ച് 10th ലെവൽ പരീക്ഷകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ദെൻ ക്യൂണി കൾച്ചർ എന്ന് പറയുമ്പോഴാ ക്യൂട്ട് മുയൽ കേട്ടോ, ക്യൂട്ട് മുയലാണ്. അപ്പോൾ എന്താണ്? മുയൽ വളർത്തലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് മുയൽ വളർത്തലാണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരെ കൂടി നോക്കാം. എന്താണ്? തേനീച്ച വളർത്തൽ. എന്താ തേനീച്ച വളർത്തൽ നമ്മൾ പറയുന്ന പേരെന്താണ്? അത് എപ്പി കൾച്ചർ കേട്ടോ, എപ്പി കൾച്ചർ. ഇനി പട്ടുനൂൽ പുഴു വളർത്തൽ നമ്മൾ പറയുന്ന പേരെന്താണ്? അത് സെറി കൾച്ചർ കേട്ടോ, സെറി കൾച്ചർ. മത്സ്യം വളർത്തൽ എന്ന് പറയുന്ന പേരാണത് പിസി കൾച്ചർ. ഓക്കെ, പിസി കൾച്ചർ. ഇനി ഇത് കൂടാതെ നമുക്ക് മറ്റു ചിലത് കൂടിയുണ്ട്, അതുകൂടാതെ നമുക്ക് നോക്കാം.
സി കൃഷി രീതികൾ. നോക്കിയടാ, മാരികൾച്ചർ. മക്കൾ എന്താണ് മാരികൾച്ചർ? സി കടൽ ജലത്തിൽ സാമ്പത്തിക പ്രാധാന്യമുള്ള ജീവികളെ വളർത്തുന്ന ആ ഒരു രീതിക്ക് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഈ പറയുന്ന മാരികൾച്ചർ. അതായത് പേള, ഒഴിച്ചറൊക്കെ പോലെയുള്ള നമുക്ക് ഫൈനാൻഷ്യലി നമുക്ക് ബെനിഫിറ്റ് ഉള്ള സാധനങ്ങളെ വളർത്തുന്ന ഒരു രീതിയാണ് കേട്ടോ. അടുത്ത നോക്കാം, സിൽവി കൾച്ചർ. എന്താണ് സിൽവി കൾച്ചർ? എടാ, വനവൽക്കരണത്തിന് പറയുന്ന പേരാണെന്ത്? സിൽവി കൾച്ചർ. അടുത്തത് മോറി കൾച്ചർ. എന്താണ് മോറി? മൾബറി കേട്ടോ. മോറി, മൾബറി കണ്ടോ, ഒരു കണക്ഷൻ കണ്ടോ. അടുത്തതാണ് വിറ്റി കൾച്ചർ കേട്ടോ. വിറ്റി കൾച്ചർ എന്താണ്? മുന്തിരി കൃഷിക്ക് പറയുന്ന പേരാണെന്ത്? വിറ്റി കൾച്ചർ. മുന്തിരി വാറ്റി എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത AV കൾച്ചർ അല്ലേ. AV എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ബേർഡ്സ് എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം കേട്ടോ. ഏവിയേഷൻ അല്ലേ, പറക്കുക. അപ്പോൾ പക്ഷി വളർത്തലാണ്. അടുത്തത് ഹോർട്ടി കൾച്ചർ. എടാ, പഴം, പച്ചക്കറി, പൂച്ചെടികൾ എന്നിവയെല്ലാം നമ്മൾ ഒരുമിച്ച് കൃഷി ചെയ്യുന്നതിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഹോർട്ടി കൾച്ചർ. ഇനി പച്ചക്കറി കൃഷിക്ക് മാത്രമായിട്ട് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഒലിയറി കൾച്ചർ അല്ലേ. ഒലിയറി കൾച്ചർ എന്താണ്? പച്ചക്കറി കൃഷിക്ക് മാത്രം. അടുത്തത് വെർമി കൾച്ചർ എന്താണ്? മണ്ണിര കൃഷിക്ക് പറയുന്ന പേരാണെന്ത്? വെർമി കൾച്ചർ. ക്ലിയർ? അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ചോദ്യം ഇതാണ്, നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നോക്കണം, കണ്ണിൻ്റെ അപ്പോൾ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റൻ ഉള്ളത്. ഓക്കെ, കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണത്? സീറോഫ്താൽമിയ. ശരിയാണോടാ? അത് സീറോഫ്താൽമിയാണോ? അത് സീറോഫ്താൽമിയ അല്ല. ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗത്തിന്റെ പേരാണ് എന്ത്? വെള്ളെഴുത്ത് അല്ലെ. രോഗത്തിന്റെ പേരെന്താണ്? വെള്ളെഴുത്ത. നമുക്കതിനെ ഇംഗ്ലീഷ് വിളിക്കാം എന്ത്? പ്രസ്ബയോപ്പിയ. കേട്ടോ, ഇംഗ്ലീഷ് ടേമുകൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. പ്രസ്ബയോപ്പിയ. അടുത്ത് നോക്കാം, വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു അല്ലേ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു അല്ലേ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിടാം. എന്താണ്? വൈറ്റമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ശരിയാണോ? തെറ്റാണ് അല്ലെ. ഏത് വൈറ്റമിന്റെ കുറവാണ്? വൈറ്റമിൻ എയുടെ കുറവാണ് എന്തിന് കാരണമാകുന്നത്? നിശാന്തതയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റി. അടുത്തത്, കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് എന്ത്? ഗ്ലോക്കോമ അല്ലെ. അതെന്താണ് സംഭവം? ശരിയാണ്. അടുത്തത്, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണെന്ത്? തിമിരം അല്ലെ. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 3ഉം 4ഉം അല്ലെ. 3ഉം 4ഉം ശരിയാണ്. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ആരാടാ? ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളും നമുക്ക് പരിഹാരങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് വരാം. നോക്കിയിടാം. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രോഗങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അഥവാ ഹൈപ്പോമെട്രോപ്പിയ. ഓക്കെ മക്കളെ, നിശാന്തതയുടെ മറ്റൊരു പേരാണ് മാലക്കണ്ണ് കേട്ടോ. ഇംഗ്ലീഷിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിക്ടലോപ്പിയ. നിക്ടലോപ്പിയ കേട്ടോ, മറന്നുപോലെ. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ അഥവാ ഹൈപ്പോമെട്രോപ്പിയ, ഇങ്ങനെയുള്ള ഈ സയന്റിഫിക് നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം? PSC അതൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഹ്രസ്വദൃഷ്ടി എന്താണ് പ്രത്യേകത? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണെന്ത്? ഹ്രസ്വദൃഷ്ടി അല്ലേ. അപ്പൊ പേരിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് കാണാം. ഓക്കെ, അതായത് ഹ്രസ്വം മീൻസ് അടുത്ത്. അപ്പൊ അടുത്തുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാം? വ്യക്തമായിട്ട് കാണാം. പക്ഷെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയില്ല അല്ലെ. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാത്ത അവസ്ഥയാണത്. കണ്ടോ, എന്താ ഇതിന്റെ പ്രത്യേകത? എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? നേത്രഗോളത്തിന്റെ നീളം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി എന്തുപയോഗിച്ച് പരിഹരിക്കാടാ ഇത്? കോൺകേവ് ലെൻസ് അല്ലെ. എന്താണ്? കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. കോൺകേവ് ലെൻസ് അറിയാലോ, ഇങ്ങനെ രണ്ട് ഭാഗവും ഒരു കേവ് പോലെ, ഒരു ഗുഹ പോലെ അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ഇത് നോക്കടാ, ദീർഘദൃഷ്ടി അല്ലെ. ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ. ഓക്കെ, എന്താ പ്രത്യേകത? ഇത് എന്താണ്? ദീർഘമാണ്. അകലെയുള്ളതിനെ വ്യക്തമായിട്ട് കാണാം, പക്ഷെ അടുത്തുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വ്യക്തമായിട്ട് കാണാൻ കഴിയുകയില്ല. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് നമ്മുടെ ഈ പറയുന്ന നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത്. കണ്ടോ, നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് എന്ത് കാരണം? ഓക്കെ, നമുക്ക് എന്തുപയോഗിച്ച് പരിഹരിക്കാം? നമുക്കിതൊരു കോൺവെക്സ് ലെൻസ് കേട്ടോ. അവിടെ കോൺവെക്സ് എന്ന് തന്നു കഴിഞ്ഞാൽ, ബൈ കോൺവെക്സ് എന്ന് തന്നു കഴിഞ്ഞാൽ രണ്ട് നിങ്ങൾ ശരിയായിട്ട് നിങ്ങൾ കണക്കാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉടനെ PSC ഓപ്ഷൻ തരുള്ളൂ. അപ്പൊ എന്താണ് കോൺവെക്സ്? ഇത് ഇങ്ങനെ പുറത്തേക്ക് കണ്ടോ, ഇങ്ങനെ വെളിയിലേക്ക് വെളിയിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ലെൻസാണ് എന്ത് ലെൻസ്? കോൺവെക്സ് ലെൻസ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും. അടുത്തതാണ് സീറോഫ്താൽമിയ. എന്താണ് സീറോഫ്താൽമിയ? വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം എന്താണ്? ആദ്യം ദൃഢപടലവും പിന്നീട് അതിൽ വരുന്ന കോർണിയയും എന്താണ്? വരളുന്ന അവസ്ഥയാണ് എന്ത്? കെരാറ്റോമലേഷ്യ. സീറോഫ്താൽമിയ കേട്ടോ. വൈറ്റമിൻ എയുടെ കുറവ് മൂലം ദൃഢപടലവും കോർണിയയും വരളുന്ന അവസ്ഥയാണ് എന്ത്? ഈ പറയുന്ന സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇനി സീറോഫ്താൽമിയ കുറെ കാലം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ട് കോർണിയ വരണ്ട് അതിന്റെ ആകൃതി തന്നെ എന്ത് ചെയ്യുന്നു? മാറിപ്പോകുന്നു. ഈ അവസ്ഥയാണെന്ത്? കെരാറ്റോമലേഷ്യ കേട്ടോ. കെരാറ്റോമലേഷ്യ. അടുത്തതാണ്
ബ്ലൈറ്റോട്സ് സ്പോട്ട്. ഇതാണ് ബ്ലൈറ്റോട്സ് സ്പോട്ട്. മക്കൾ എന്താണ് ബ്ലൈറ്റോട്സ് സ്പോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എയുടെ അപര്യാപ്തത മൂലം കണ്ടോ ആ ദൃഢപടലത്തിൽ വെളുത്ത നിറത്തിലുള്ള ഒരുതരം സബ്സ്റ്റൻസ് അടിഞ്ഞുകൂടുന്ന ഒരു പ്രതിഭാസത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബ്ലൈറ്റോട്സ് സ്പോട്ട് എന്നുള്ളത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഇനി മറ്റൊരു രോഗം ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു രോഗമാണ് വിഷമദൃഷ്ടി കേട്ടോ. വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. വിഷമദൃഷ്ടി. എന്താണ് വിഷമദൃഷ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ ലെൻസിനോ കോർണിയയ്ക്കോ ഉണ്ടാകുന്ന അസ്വാഭാവികമായിട്ടുള്ള കട്ടി മൂലം വ്യക്തമല്ലാത്ത പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം കേട്ടോ. അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ മക്കളെ, ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. സിലിണ്ടറിക്കൽ ലെൻസ് ഉണ്ടാവും. ഒരു ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും, മറ്റൊരു ഭാഗം കോൺവെക്സ് ആയിരിക്കും. ഇതാണ് സിലിണ്ടറിക്കൽ ലെൻസ് കേട്ടോ. ഇനി ഈ പറയുന്ന നമ്മുടെ ഈ വെള്ളെഴുത്തുണ്ടല്ലോടാ, അല്ലെങ്കിൽ പ്രസ്ബയോപ്പി ഉണ്ടല്ലോ, വെള്ളെഴുത്ത് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലെൻസിന്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണത് വെള്ളെഴുത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡബിൾ ഫോക്കൽ ലെൻസ് ആണ് കേട്ടോ. ഡബിൾ ഫോക്കൽ ലെൻസ് ആണ്. അതായത് 2 ഫോക്കസ് ഉണ്ടാവും കേട്ടോ. 2 ഫോക്കസ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് കൃത്യമായിട്ട് കാണുക. സംശയങ്ങളുള്ളത് എന്ത് ചെയ്യുക, കമൻറ്റ് ചോദിക്കാം. താങ്ക് യു.